ചേട്ടാ ഫോണ് അവൻ പബ്ജി കളിക്ക് വേണ്ടാത്തരുത് കാര്യം സെയിൽ ബേസ്ഡ് ആ ചേച്ചിനെ കൊണ്ട് പോകാനെ കൂടെ. What's up, this is Kochi Machan and welcome back to another vlog. So yes, we are riding the Harley Davidson 440T. നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ അവരുടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വോക്ക് അറൗണ്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നതാണ് വണ്ടി. ലുക്ക് വെച്ച് കൊള്ളാട്ടോ, നല്ല മാറ്റമുണ്ട്. ആ റിയർ ടെയിൽ സെഷനൊക്കെ ഉണ്ടോ, അതൊക്കെ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അവർ ആ ഒരു 1200 ആ ഒരു ഡിസൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതൊക്കെ നേരത്തെ ചെയ്യായിരുന്നു അവർക്ക് സത്യം പറഞ്ഞാൽ. മടിയാ ഓബ്വിയസ്ലി. അപ്പോൾ അവർക്ക് ഇപ്പോഴാണത് മനസ്സിലായത്. ഇപ്പോൾ അവരത് ചെയ്തു തുടങ്ങി. ഇതാണ് സീറ്റ് കേട്ടോ, റൈഡർ സീറ്റ് ചെറുതായിട്ട് എനിക്ക് തോന്നി. ലെങ്ത് ഉണ്ട്, പക്ഷേ കുറച്ച് വിട്ടാവുമായിരുന്നു. പിന്നെ ഈ ഭാഗം മിക്കവാറും നമുക്ക് പണിയായിരിക്കും. ആണ് അതിൻ്റെ സ്ക്രീൻ കേട്ടോ. ഇതിൽ നമുക്ക് റോഡ് മോഡ് ഉണ്ട്, റെയിൻ മോഡ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, ABS ഓഫ് ചെയ്യാം. ABS ഓഫ് ചെയ്യണം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും ട്രാക്ഷൻ കൺട്രോളും ABS ഒക്കെ ഓഫ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് സൗണ്ട് കേട്ടോ. സൗണ്ട് അടിപൊളിയാട്ടോ. എനിക്കതൊന്ന് മോജോടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റോണിനാണ്, പിന്നെ ഇതിനും ഇപ്പം ഇങ്ങനത്തെ ഒരു നല്ലൊരു സൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൊള്ളാം. പാർട്സൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ഈ അലുമിനിയം 12,000 രൂപയാണ് ഈ ലിവറിൻ്റെ റേറ്റ്. പിന്നെ റൈഡ് ബൈ വയർ ആക്കി ആൻഡ് ബാർ ആൻഡ് മിറേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു USB ചാർജർ നമുക്ക് കാണാം. ഇരിക്കാനൊക്കെ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒരു ഹാർഡായിട്ടുള്ള സീറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ലോങ് ഓടിക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും ഫുൾ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അതാണ് കളേഴ്സ് കേട്ടോ. ആ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, 2 റെഡ്. അത് യാസിനും വൈപ്പർ പൈലറ്റുമാണ്. കൊടി വീശി തരുന്ന 2 ചേട്ടന്മാർ, ഒരു ചേച്ചി ഒരു ചേട്ടനും. അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട് ഇവിടെ. അവർ പറഞ്ഞേക്കണം റൈഡൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കുറേ മലരുകളുണ്ട് റോട്ടിൽ എന്നാണ് പറഞ്ഞേക്കണത്. കണ്ട, മലരുകളെന്ന് ഉദ്ദേശിച്ച് ഈ പട്ടിയും പൂച്ചയും ആൾക്കാരെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ടാസ്ക്കാന്നാണ് പറഞ്ഞത്. ഏർലി മോർണിംഗ് റൈഡ്. ഓ അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. നല്ല രസമുണ്ട്. ഇതൊക്കെ സെക്കൻഡ് ഗിയറിൽ എനിക്ക് തോന്നുന്നു 2000 RPM തന്നെ ഇതിൻ്റെ ടോർക്ക് ഡെലിവറി നല്ല ഹൈ ആണ്. 27 Nm ഓഫ് ടോർക്ക് 2000 RPM കിട്ടും. 38 Nm ഓഫ് ടോർക്കാണ്. 27 bhp ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. അത് നമുക്ക് 4000 RPM തന്നെ കിട്ടും. നല്ല തണുപ്പ്. റൈനോക്സിൻ്റെ പുതിയ റൈഡിങ് ഗിയേഴ്സാണ് ഞാൻ ഇട്ടേക്കണം മൊത്തത്തിൽ. അവരുടെ റൈഡിങ് പാൻസ്, അവരുടെ ജാക്കറ്റ്, ഇത് ഗ്ലൗസ്, ഇതെല്ലാം ഡെയിലി യൂസിന് പറ്റിയ ഒരു സാധനമാണ്. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപയോഗിക്കുന്നതാണ്. കുറച്ച് ദൂരം, കുറച്ച് കിലോമീറ്റേഴ്സ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. ലൈക്ക് ഞാൻ ആദ്യം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കേണ്ടത് നല്ലോണം. അപ്പോൾ ഇപ്പോൾ റൈഡ് വരുമ്പോഴൊന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ഫീൽസ് ഗുഡ്. നല്ല വിൻഡ് ഉണ്ട്, നല്ല എയറി ജാക്കറ്റാണ്. നമുക്ക് ഫുൾ മേത്ത് കൂടെയും എല്ലാ പാൻ്റ് ആയാലും നിങ്ങളുടെ എല്ലാ ഭാഗത്തു കൂടെയും അത്യാവശ്യം നല്ല വെന്റിലേഷൻ ഉണ്ട്, നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഫോണ് അവൻ പബ്ജി കളിക്ക് വേണ്ടാത്തരുത് കഴിവേറി എന്തോ കളിച്ചോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിലൊക്കെ പിടിച്ചേക്കണേ. ഹൈ RPM വൈബ്രേഷൻസ് ഇല്ല, പക്ഷെ അവിടെ നിന്നൊക്കെ കിഴി സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷേ ഹൈ RPM വൈബ്രേഷൻസ് ഒന്നും എനിക്ക് മേത്ത് കിട്ടിയില്ല കേട്ടോ. ഇവിടെയൊക്കെയാണ് നമ്മുടെ മറ്റേ ഗോവയിലെ വാഗട്ടോർ ഏരിയയിലാണ് ഇവിടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ മോട്ടോവേഴ്സ്, മോട്ടോസോൾ, പിന്നെ IBW പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഹാഫ് ടാങ്ക് പെട്രോൾ ആണുള്ള മൈലേജ് എനിക്ക് തോന്നുന്നു ഏകദേശം നന്നായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 30-35 കിട്ടുമായിരിക്കും. എന്തായാലും 440cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. എന്തുകൊണ്ട് ലിക്വിഡ് കൂൾ കൊടുത്തില്ല എന്ന് വെച്ചാൽ ഹാർലി ഹാർലിയുടെ വളരെ ചുരുക്കം ബൈക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ലിക്വിഡ് കൂൾഡ് കാണാൻ പറ്റുക. വളരെ ചുരുക്കം ബൈക്കുകൾ. ബാക്കിയെല്ലാം അവരുടെ 2000cc വണ്ടി വരെയും എയർ കൂൾഡാണ്. എയർ കൂൾഡ്, ഓയിൽ കൂൾഡ് വണ്ടികളാണ് അവരുടെ മെയിൻ. അവരുടെ നോർമൽ ലിക്വിഡ് കൂൾഡ് വണ്ടികൾ ഭയങ്കര കുറവാണ്. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ഇതും ഒരു എയർ ഓയിൽ കൂൾഡ് വണ്ടി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന കേട്ടോ. ഗോവയിലെ തെരുവുകളിലൂടെ നമ്മൾ പോണേണ്. കൊള്ളാം. നല്ല ടോർക്ക് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് വണ്ടി. ആ ടോർക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണം. സ്ലിപ്പർ ക്ലച്ചാണ് കേട്ടോ, 6 സ്പീഡ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റാണ്. അപ്പം നോക്കാം എങ്ങനെയുണ്ട് എല്ലാ ഗിയറിലും ടോർക്ക് ഡെലിവറി. സസ്പെൻഷൻ ഒക്കെ കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. 130 mm ആണ് ഫ്രണ്ട് സസ്പെൻഷൻ്റെ ട്രാവല്. ബട്ട് അത് കൊള്ളാം. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് സസ്പെൻഷനിൽ നിന്ന് കിട്ടും. ഇങ്ങനെ സൂക്ഷിക്കണം, ചെറിയ റോഡുകളാണ്. ഇങ്ങനത്തെ കുറേ പേര് ചാടാനും ഓടിക്കാനൊക്കെ വരുമെന്ന്. ടയേഴ്സൊന്നും വോം ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഓടി തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈറ്റ് കളറാണ് എനിക്കിഷ്ടം, കാര്യം എൻ്റെ ഹെൽമെറ്റ് വൈറ്റ് ആണ്. പിന്നെ റെഡ് ഉണ്ട്, റെഡ് അടിപൊളിയാട്ടോ, റെഡ് കളറും കൊള്ളാം. 4 കളേഴ്സാണ് ഈ വണ്ടിക്ക് ഉള്ളത്.
ഓ വൈപ്പർ പൈലറ്റ് കി ജയ്, വൈപ്പർ പൈലറ്റ് കി ജയ്. എന്നാൽ നമുക്ക് വേണ്ടി അവൻ ഇൻസ്റ്റാ 360 ഒക്കെ എന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഓ സ്നേഹമുള്ളവൻ. ഓ നോ അണ്ണാച്ചി, സോറി. ഇവിടെ എന്ത് ഭാഷയാവോ പറയാൻ ഞാൻ മനസ്സിലാവുക. കയറിയിരുന്ന് ഓടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇംപ്രഷൻ. അപ്പോൾ നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ. ടോർക്കെയാണ്, നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്ക് ഈ റോഡൊക്കെ ഓടിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് നോക്കാം എങ്ങനെ. ഈശ്വര, നല്ല പൊരിഞ്ഞ വെയിൽ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. 45 മിനിറ്റുള്ള റൈഡാണെന്നാണ് പറഞ്ഞത്. അതായത് നമ്മളിവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകും, ഒരു കഫേ. അവിടെ അത് 45 മിനിറ്റ് എടുക്കും. മൊത്തം ഒരു 50 കിലോമീറ്ററിൻ്റെ റൈഡാണ്. ഞാനിപ്പോൾ 6th ഗിയറിലാണ്. 6th ഗിയറിൽ പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പവർ ഉണ്ട്. പയ്യെ കയറുന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഓവർ ഡ്രൈവ് ഗിയറാണെന്നാണ് എൻ്റെ വിശ്വാസം. 6th ഗിയർ ജസ്റ്റ് ആ ടൂറിങ് പർപ്പസിന് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യണൊരു ഗിയർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ 100-ലൊന്നും ഒരു വൈബ്രേഷൻ ഇല്ല കേട്ടോ. 100-ലൊക്കെ പോവാം. ബാക്ക് സസ്പെൻഷനിൽ നിന്ന് ചെറിയ അടിയൊക്കെ ഉണ്ട്, ചെറിയ കണ്ട. ഇങ്ങനത്തെ കട്ടറൊക്കെ ചാടുമ്പോഴത്തേക്കും ആ ഒരു ജേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗിയർ ബോക്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഗിയർ ബോക്സ് പട്ടാന്നാണ്, നല്ല അടിപൊളിയായിട്ടാണ് ഗിയർ മാറേണ്ടത്. സെറ്റാണത്. കഴിവേറി. നീ എവിടെ വന്ന മരഭൂതമേ? ഏതാണ് ഇവൻ? 4th ഗിയർ കട്ട് ഓഫ് എത്ര വരെ പോകുന്നു കേട്ടോ. അയ്യോ ചാടല്ലേ കേട്ടോ. വൈബ്രേഷൻസ് ഒന്നും അങ്ങനെ അറിയുന്നില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. 120 4th ഗിയറാണ്. 120 മേളിൽ 4th ഗിയറിലൊക്കെ പോകുന്നുണ്ട്. കുത്തിക്കയറ്റൽ മത്സരം എല്ലാം കണക്കാണല്ലോ ഈശ്വര. ഈ മയിലുകൾക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. മയിലുകൾക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. മാറിക്കട കഴിവേറികളെ എല്ലാവരെയും ടോസ് പിടിയൊക്കെയാ. 5th 6th ഗിയറിൽ സംഭവം ഓവർ ഡ്രൈവ് ഗിയറാണ്. അത് വണ്ടി ആ ഒരു പേരിന് ആ ഗിയറിലിട്ട് പോവുക, അത്ര തന്നെ. പവറോ പുള്ളോ ഒന്നും ഫീൽ ചെയ്യില്ല. 4th ഗിയർ വരെ അത്യാവശ്യം വണ്ടി നല്ല പുള്ളിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് പുള്ളിയുണ്ട്. ആൻഡ് വണ്ടി സ്റ്റേബിൾ ആട്ടോ, അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കൊള്ളാം. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ആ സ്പീഡിലൊക്കെ ഓടിക്കുമ്പോഴും എനിക്ക് ഒരു പേടിയോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല കോൺഫിഡൻസോടെ തന്നെ നമുക്ക് ആ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആരാത്? ഓ നമ്മുടെ കൂടെ 2 ലേഡി റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. അവരാണ് ഈ ഫ്രണ്ടിൽ പോണത്. കളർഫുൾ KYTയുടെ ഹെൽമെറ്റൊക്കെ ഇട്ടേക്കണം. ഹൈവേയിൽ കുറച്ച് പൊളിച്ചു കേട്ടോ. ബ്രേക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റി. സംഭവം ബ്രേക്സ് ഭയങ്കര അത്ര ഷാർപ്പല്ല, പ്രോഗ്രസീവാണ്. ഹൈ സ്പീഡ്സിൽ കുറച്ചും കൂടെ നല്ല ബ്രേക്ക് ആവാമെന്ന് എനിക്ക് തോന്നി. ബട്ട് നമ്മുടെ നോർമൽ ഒരു 100 ബിലോ ഒക്കെ ബ്രേക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ അതിന് മേളിലേക്ക് പോകുമ്പോൾ ഒരു ബ്രേക്കിംഗ് കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് മാത്രമേ എനിക്ക് തോന്നി. ബ്രേക്സ് ഫ്രണ്ടും ബാക്കും ഓൾമോസ്റ്റ് സെയിം ഫീഡ്ബാക്ക് തന്നെയാണ്. രണ്ടും കൂടെ ചവിട്ടി എൻജിൻ ബ്രേക്കിംഗ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി നിൽക്കും. ഓബ്വിയസ്ലി ബ്രേക്സ് മാത്രം ഉപയോഗിച്ച് വണ്ടി നിർത്തുന്നതിനെക്കാട്ടും എന്നും ബെറ്റർ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഉപയോഗിക്കുക, പിന്നെ എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി നിർത്താൻ പറ്റും. ഹൈ സ്പീഡ്സിൽ എനിക്ക് കുറച്ച് ഷാർപ്പറായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. ആൻഡ് പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞു 5th and 6th ഗിയർ എനിക്ക് കുറച്ച് പവർ 6th ഗിയറിൽ അങ്ങനെ ഫുള്ള് ഫീൽ ചെയ്യില്ല. ഓബിയസ് 6th ഗിയർ ആ ക്രൂസിങ്ങിന് വേണ്ടിയാണ്. 5th ഗിയറും കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും ഫുള്ളുണ്ട്. ബട്ട് 4th ഗിയർ വരെയാണ് ആ വണ്ടിയുടെ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പോകണ്ട. കാരണം 4000 RPM ഫുൾ ടോർക്ക് തരും. 4000 ഇങ്ങനെ ചാടി ഇരിക്കണുണ്ട. അതൊക്കെ അടിപൊളിയാണ്. ടോർക്ക് ഡെലിവറി എല്ലാം റിഫൈൻഡ് ആണ്. അത്യാവശ്യം ഹൈ RPM ഞാൻ മറ്റേ കട്ട് ഓഫ് അടിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ആകെ വൈബ്രേഷൻസിനെക്കാട്ടും കൂടുതൽ എനിക്ക് അവിടെ നിന്നും ഈ പാർട്സ് വൈബ്രേറ്റ് ചെയ്യണ സൗണ്ടാണ്. അല്ലാണ്ട് വണ്ടിയിൽ നിന്നുള്ള വൈബ്രേഷൻസ് അവിടെയും എനിക്ക് കുറവായിട്ട് കിട്ടി. അങ്ങനെ അധികം ഭീകരമായ വൈബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഇന്ന് ഓടിച്ചാൽ അപ്പോൾ ചത്തേനെ എഴുന്നേറ്റ് ഇന്ന് കാഴ്ചയൊക്കെ കണ്ട് പോയതാ. അപ്പോൾ ആ ചേച്ചിനെ കൊണ്ട് പോയതിനെ കൂടെ. സീറ്റ് കുറച്ച് ഹാർഡെന്ന് പറയാനില്ല, ഒരു മിഡ് റേഞ്ച് എന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി സീറ്റ്സ് കേട്ടോ. ലേശം കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി സീറ്റ്സ്. ഹാൻഡിൽ ബാർ റൈഡിങ് പൊസിഷനൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഹൈറ്റിന് നോക്കണം, പക്ഷേ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ പൊങ്ങിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട് എനിക്ക്. ആൻഡ് റൂം ഫോർ ബിഗർ പീപ്പിൾ ഉണ്ട്, പക്ഷേ കാലൊക്കെ ഇങ്ങനെ നമ്മൾ വൈഡാക്കി വെക്കണമെന്ന് എനിക്കറിയില്ല. ഹൈറ്റ് ഉള്ളവർക്ക് ഇതിൻ്റെ അകത്ത് എത്രത്തോളം സുഖമുണ്ടാവുമെന്ന് നമുക്ക് ഹൈറ്റ് ഉള്ളവർ ഓടിച്ചിട്ടില്ല. പിന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സ്റ്റേബിളാണ് വണ്ടി. റെയിൻ മോഡിലേക്ക് ഇടാം.
നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ലോവർ RPM വണ്ടീനെ കയറി പോണത് വേണ്ട, കൊള്ളാം, നല്ല രസമുണ്ട്. 5th ഇത് പണ്ടത്തെ ബുള്ളറ്റ് സാധനം കേട്ടോ. എവിടെയൊക്കെയോ ഉണ്ട്. മെയിൻലി ത്രോട്ടിൽ അങ്ങനെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല ലോങ് കുറച്ച് ദൂരം ഓടിച്ചു നോക്കാം. റൈഡ് മോഡിലിട്ട് അതിനാണ് 2 റൈഡിങ് മോഡ്സ് ആണുള്ളത്. ക്ലസ്റ്റർ അത്യാവശ്യം കൊള്ളാം. ഇത് ടോപ്പ് വേരിയൻ്റ് ആട്ടോ ഞങ്ങൾ ഓടിക്കുന്നത്. അതാണ് ഈ ടോപ്പ്. നമുക്കൊക്കെ തരുമ്പോൾ എപ്പോഴും സൂചിപ്പിക്കുന്ന സാധനമേ തരുള്ളൂ. അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയായിരിക്കും നമുക്ക് തരാൻ പോണത്. ഭാഗ്യത്തിന് സസ്പെൻഷനൊക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ്. ആകെ കുറച്ച് ഫീച്ചേഴ്സും കളറിലൊക്കെയാണ് വ്യത്യാസം വന്നേക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ABS ഒക്കെ സ്വിച്ചബിൾ ആണ്. ABS സ്വിച്ചബിൾ ഫീച്ചേഴ്സിലാണ് കളി, മനസ്സിലായി? മറ്റേ ലിസ്റ്റ് തരില്ലേ, അപ്പോൾ യെസ് ഓർണോ ഉണ്ടാവുമല്ലോ. ABS സ്വിച്ചബിൾ ഡബിൾ ഓക്കെ, ആ സാധനമാണ് ഇപ്പോൾ സെയിൽസ്. അങ്ങനെയാണ് വണ്ടികൾക്കൊക്കെ ഫീച്ചേഴ്സ് കൂട്ടണം, വിലക്കുറവ് പക്ഷേ കുറേ ഫീച്ചേഴ്സ് വേണം. അതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇതിന് മോഡ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. ABS മോഡ്സ് വേണേ ആവാം ഈ റെയിൻ. പിന്നെ ട്രാക്ഷൻ കൺട്രോളിനൊക്കെ ഒരു ഇതൊക്കെ കൊള്ളാം. പക്ഷെ പവർ എനിക്ക് ഇത്രയും ഈ വണ്ടിക്കൊക്കെ 27 bhp ഉള്ള വണ്ടിക്കൊക്കെ എനിക്കൊരു പവർ മോഡ്സിൻ്റെ ആവശ്യം വേണമെന്നൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് സെയിൽ ബേസ്ഡ് ഇത് അവനെന്തോ കൂടിയതാട്ടോ. അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല. വണ്ടി പാളി ഒന്ന് വീണിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു അവൻ്റെ കഥ. പക്ഷെ സ്റ്റെബിലിറ്റി അതാണ് അവൻ കാണിച്ചത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവൻ സ്റ്റെബിലിറ്റിനെയാണ് ഫോക്കസ് ചെയ്തത്. സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അതിന് വേണ്ടിയാണ് ഇതൊക്കെ ഇത്രയും മോഡ്സ് എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഈ ട്രാക്ഷൻ കൺട്രോൾ ABS ഒക്കെ ഈ റെയിൻ മോഡും ഇതിലൊക്കെ വ്യത്യാസം വന്നാൽ നല്ലതായിരിക്കും. കാര്യം അത് കുറച്ച് സേഫ്റ്റി വൈസ് ആ ഫീച്ചേഴ്സൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ റൈഡ് പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. കഴിഞ്ഞു 50 കിലോമീറ്ററിൻ്റെ റൈഡ്. ഇവിടെ നമ്മുടെ പഴയ 440 ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് അവർ ആ ഒരു വേരിയൻറ്റ് ഇപ്പോഴും സെയിലുണ്ട്. വ്യത്യാസങ്ങളൊന്നുമില്ല, പഴയ ലുക്കിൽ തന്നെയാണ് അത് ഇറക്കണം. പക്ഷേ വില കുറച്ച് 35,000 രൂപ അതിന് കുറച്ചിട്ടുണ്ട്. ഇതിന് പഴയ പ്രൈസിൽ തന്നെ ഇത് ഇറക്കി തുടങ്ങി. അതായത് പുതിയ ആ ഒരു ലുക്ക് മാറ്റിയ ആ ഒരു വേരിയൻറ്റ് ഇപ്പോൾ അവർ ഇറക്കി തുടങ്ങി. ഈ റെഡ് കളറാട്ടോ. പിന്നെ മുമ്പത്തെ വേർഷൻ ഇവിടെ ഒരു കവറിങ്, ഇവിടെ ഒരു വൃത്തികേടുണ്ടായി, അത് അവർ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിൽ മാറ്റം ആ ഒരു വൃത്തികേട് ഫ്രണ്ടിലത്തെ അത് മാറിക്കിട്ടിട്ടോ. അത് നല്ല രസമുണ്ട്. അതെന്തായാലും കൊള്ളാം. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാം. അത് ആ ഒരു ഇവർ കുറേ കസ്റ്റമേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ ഫീഡ്ബാക്ക് ഇവർ കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കേട്ട് കുറേ കാര്യങ്ങൾ അതനുസരിച്ച് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ക്വാളിറ്റി ആയാലും പെയിൻറ്റിൻ്റെ ഫിനിഷ് ആയാലും പാർട്സിൻ്റെ ക്വാളിറ്റി ആയാലും. ഇപ്പോൾ ഈ ഗ്രിപ്പൊക്കെ നോക്കാൻ പോയാൽ കുറച്ചും കൂടെ പ്രീമിയം ഗ്രിപ്പാണ്. ആ ഒരു ഇവരുടെ ഹയർ വേരിയൻസി വരുന്ന വണ്ടികളുടെ ഗ്രിപ്പാണ് ഇതിൽ അവർ യൂസ് ചെയ്തേക്കണേ. ആൻഡ് ലിവേഴ്സ് വിലയുണ്ട്, 12,000 രൂപയാണ് ലിവർ ഒടിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ അത് അതിന് അനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ട് അതിൻ്റെ. ആ ഹാൻഡിൽ ബാറിലായാലും ഹാൻഡിൽ ഗ്രിപ്പിലായാലും കൊള്ളാം. ഈ പ്രാവശ്യം അവർ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സോടെയാണ് വന്നേക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഹാർലിയുടെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴും മുമ്പത്തെ മോഡലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ പ്രൈസിങ് ഉണ്ട്, കുറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഇത് നല്ല ടോർക്കി എഞ്ചിനാട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു അഡ്വഞ്ചർ ടൂറർ മെഷീൻ ഇറങ്ങിയാൽ ഇവരുടെ അടിപൊളിയായിരിക്കും ഈ ഒരു എഞ്ചിനിൽ. ആ ഒരു ബോട്ടമെൻറ്റ് പഴയ ഹിമാലയൻ BS3 ഒക്കെ ഒരു ഫീലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ്, ഒരു അഡ്വഞ്ചർ ടൂറിങ് മെഷീൻ അവർക്ക് ഇതിൽ ഇറക്കാൻ പറ്റിയ, ഈ ഒരു എഞ്ചിൻ വെച്ച് ഇറക്കാൻ പറ്റിയ അത് അടിപൊളിയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ എക്സ്പൾസിൽ ഈ എൻജിൻ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ മേ ബി എക്സ്പൾസിൽ ഇങ്ങനത്തെ ഈ ഒരു എൻജിൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എൻജിൻ വന്നാൽ ആ ഒരു പഴയ ഹിമാലയ അഡ്വഞ്ചർ ടൂറിങ് മെഷീൻ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ ഈ ഒരു എൻജിൻ വന്നാൽ. ഹൈറ്റ് ഉള്ളവർക്ക് ഇരിക്കാനും കുഴപ്പമില്ല. ഫ്രണ്ടിൽ യാസിനുണ്ട്, അവൻ പറഞ്ഞു അത്യാവശ്യം കംഫർട്ടബിളായി അവന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ പാനൽ കുറച്ച് തള്ളി പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ശീലവും. ആദ്യം എനിക്ക് കിട്ടിയായിരുന്നു, ആദ്യം ഇരുന്ന് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ അത് ഒരു നോർമലൈസായി. പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്യണല്ലോ, ആ ഒരു തൈസിൽ ആ ഒരു സാധനം വന്നിങ്ങനെ മുട്ടണത്. അപ്പോൾ പ്രൈസിങ് നോക്കാൻ പോയാൽ 2,79,500 rupees 500 ആണ്. 2,79,500 rupees ആണ് എക്സ്ഷോറൂം പ്രൈസ്. 3.5 ലക്ഷം രൂപ വരും. അങ്ങനെ വെക്കുവാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് കുറച്ച് പ്രൈസി ആവാം. കാര്യം ആ ഒരു പ്രൈസിങ് നിങ്ങൾക്ക് വേറെ അഡ്വഞ്ചർ മെഷീൻസ് കുറേ കിട്ടും. സമയത്ത് എനിക്ക് മിസ്സിങ് കിട്ടിയായിരുന്നു. ഒരു പമ്മി എടുക്കുന്നത്. ഫ്യൂവൽ ഹാഫ് ടാങ്ക് ഉണ്ട്. സാധാരണ അത് ഫ്യൂവൽ ലോ ആകുമ്പോഴാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറ് പൊതുവെ. ലെറ്റ്സ് ട്രൈ ദ 0 to 100. 3, 2, 1 ലെറ്റ്സ് ഗോ. Third gear. യാസി നിന്റെ ഹൈറ്റ് എത്രയാ? എങ്ങനെയുണ്ട്? 6 feet ആൾക്ക് സ്ഥലം ഉണ്ടിരിക്കാൻ? സീറ്റ്സാ? ആ, ബാക്കി സ്ഥലമൊക്കെ ഉണ്ടിരിക്കാം. കാലൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അതാണ് 6 feet ഹൈറ്റ് ഉള്ള ഒരാളുടെ ഇമ്പ്രഷൻ വണ്ടി ഓടിച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനങ്ങൾ ഇതിന് തട്ടണുണ്ട്.
ഇത് കുറച്ച് ഉള്ളിലോട്ട് പോയതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ കഥ പറയാൻ. ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ അത്യാവശ്യം നല്ല സൗണ്ടിങ്ങും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ആ ഒരു എൻഡിൽ ഹൈ ടോർക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രീമിയം ഷോറൂംസിൽ പോവുക, ഹീറോയുടെ അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൻ്റെ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് വണ്ടി കാണാം. പിന്നെ അത് കൂടാണ്ട് ഇവരുടെ കുറച്ച് വലിയ വണ്ടികൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു സാധനം ഒരു 80 ലക്ഷം രൂപയുടെ ഒരു മുതലൊക്കെ ഉണ്ട് അവിടെ. വെറുതെ വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ അങ്ങനത്തെ സാധനം. അതിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കാണും ഇത് കഴിഞ്ഞാൽ. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് ഈ വണ്ടിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഒരു ഷോർട്ട് റൈഡ് റിവ്യൂ ആയിരുന്നു. 50-60 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഹീറ്റിംഗ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മുമ്പത്തെ മോഡലിൽ ഹീറ്റിംഗ് ഉണ്ടായെന്നൊക്കെ പറയപ്പെടുന്നു. ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷേ ഇതിന് ഹീറ്റിംഗ് ആയിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം അടിപൊളിയാണ്. സംഭവം എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഹാർലി ഈ ഒരു വണ്ടി നല്ലൊരു വേരിയൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. 3 വേരിയൻസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഡു ചെക്ക് ഔട്ട്. അവരുടെ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, ഓടിച്ചു നോക്കണം. ഞങ്ങൾ പറയണമെന്നും കേൾക്കരുത്. നിങ്ങളും കൂടെ ഓടിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് വേണം എപ്പോഴും വണ്ടി എടുക്കാൻ. ഞങ്ങൾക്ക് ഫീലായ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണത്. അതുമാത്രമല്ല നോക്കേണ്ടത്, നിങ്ങൾ ഓടിക്കണം. നിങ്ങൾ ഓടിച്ചിട്ട് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണ വണ്ടി ആയിരിക്കണം നിങ്ങൾ പോയി എടുക്കേണ്ടത്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞാലും ഞാൻ BS3 ഹിമാലയൻ എടുത്ത ഒരാളാണ്. അതായത് ഞാൻ ഒരാളുടെ വാക്കും കേട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഓടിച്ച എല്ലാവരും അടിപൊളി എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് നോക്കിയില്ല. എനിക്ക് ആ വണ്ടി വേണം. ആ ഒരു മൂഡായിരുന്നു. അത് ഓടിച്ചിട്ട് യെസ് എനിക്ക് ആ വണ്ടിയായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്തു. എനിക്കത് എന്തായാലും വേണം. അപ്പോൾ ഞാനതെടുത്തു. ഞാൻ ഒരാളുടെ വാക്കും ഒന്നും കേട്ടില്ല. റിവ്യൂ കൊള്ളുമോ നല്ലതാണോ ഒന്നും നോക്കിയില്ല. എടുത്തു. പണി ഉണ്ടായെന്ന് വെച്ചാൽ പണി ഉണ്ടായി, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ എന്നെ വഴി കടത്തിയിട്ടില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വണ്ടിയായിട്ട്. പക്ഷേ അത് ഓടിക്കുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമായിരിക്കും. അതൊന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കൈ കൊടുക്കുമ്പോഴും എപ്പോഴും ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ആ വണ്ടി തന്നിട്ടുള്ളത്. ഒരിക്കലും ഞാൻ അതിനെ എന്താ പറയുക എനിക്ക് മടുത്ത ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരിക്കലും. ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി. അങ്ങനെ എടുക്കണം വണ്ടികൾ എടുക്കുകയാണ്. ഉപയോഗിക്കുക. എന്തായാലും കംപ്ലയിൻറ്റ്സും കാര്യങ്ങളും ഞങ്ങൾ ഈ 100 കിലോമീറ്റർ ഓടിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് കംപ്ലയിൻ്റ് ഒക്കെ അറിയണമെങ്കിൽ ലോങ് ടേം വണ്ടി തന്നെ. അത് ചില ബ്രാൻഡുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. ചില വണ്ടികൾ തരാറില്ല. അപ്പോൾ നമ്മൾ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷനാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിതിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ, നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ റിവ്യൂവും കാര്യങ്ങളും കൂടെ നിങ്ങൾ ചോദിക്കുക. എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഈ വണ്ടി എടുത്തിട്ട് എന്നുള്ള കാര്യം. ഓക്കെ. സോ ഈ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സാധനം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചിങ് മച്ചാൻ ഫ്രം ഗോവ. ബൈ ബൈ.